ഹലോ ഗായ്സ്, പൂപ്പീസ് വെടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വൈകുന്നേരം സമയം 5 മണി ആയിട്ടുണ്ട്. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം മഴയൊക്കെ ഒന്ന് കുറവുണ്ട്. അപ്പം ഞാൻ പുറത്തിറങ്ങിയതാണ് ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, ഒരു ഇടിച്ചക്കൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ 2 ഇടിച്ചക്ക അവിടെ കണ്ടു വെച്ചിട്ടുണ്ട്. ഇത് പറിക്കാൻ വേണ്ടിയിട്ട് തൊടിയിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ മരത്തുമ്മൽ കുറേ ഉണ്ട് കേട്ടോ. പക്ഷേ അത് ഇടിച്ചക്കൻ്റെ പ്രായമെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 ഉള്ളതെന്ന് ഒന്ന് ഞാൻ പറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കൊക്കെല്ലാം കൊളത്തി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വലിക്കാനേ ഉള്ളൂ കേട്ടോ. അതാ വീണ്. അപ്പോൾ ചക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തോലൊക്കെ ചെത്തിയിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കണം. അതിന് മുന്നേ നമ്മളിത് 2 പൊട്ടാറ്റോ നല്ലോണം വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് വേവാൻ ആവശ്യമായ വെള്ളം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഒരു വിസിലിന് ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. ഗ്യാസൊക്കെ കത്തിച്ച് അടുപ്പുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക മുറിക്കാൻ തുടങ്ങാം. അപ്പോൾ ചക്കൻ്റെ ഒരു പീസ് മാത്രമായിട്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. നല്ല വിളഞ്ഞാണ്. ഒരു ചകിരി വെച്ചിട്ട് ഞാനൊക്കെ തുടച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നടു ചീന്തിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാട്ടോ. എന്നിട്ട് തോലെത്താൻ എളുപ്പമാണ്. അപ്പോഴേക്ക് നമ്മുടെ പൊട്ടാറ്റൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇടിച്ചക്കതാ വലിയ പീസാക്കിയിട്ട് നന്നാക്കി വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതിന് ആവശ്യം വേണ്ട ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇത് 2 വിസിലിനട്ടത് വേവിച്ചെടുത്തത്. അതാ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം ഞാനൊരു ഇടിക്കല്ലിൻ്റെ കല്ല് വെച്ചിട്ട് ചതയ്ക്കാണ്. ഇനി വേണ്ടവർക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ പൊട്ടാറ്റോൻ്റെ തോലെല്ലാം റിമൂവ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ. പക്ഷേ അത് വെച്ചിട്ട് ശരിയായില്ല. ഞാൻ കൈകൊണ്ട് നന്നാക്കി കുഴച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഉള്ളി വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. 1/4 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഞാൻ ചെറുതാക്കി അരിഞ്ഞതും. എരിവിന് വേണ്ടി 1/4 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെക്കണ്ട. അതിലേക്ക് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഗ്രേവിയില്ലേ അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പൊട്ടാറ്റയും ഇടിച്ചക്കയും കൂടാണ്. നന്നാക്കി മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ ഒന്ന് വറ്റിയിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പം നമ്മളതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 കരണ്ടി ബ്രെഡ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഒന്നായിട്ട് കൂട്ടിയിട്ട് നന്നാക്കി കുഴച്ചെടുക്കാം. എന്നിട്ട് ഞാനിത് ചെറിയ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇങ്ങനെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കരണ്ടി മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്രയും തിക്നെസ്സിലൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് വേണ്ടാത്തവർക്ക് നമുക്ക് കോഴിമുട്ടൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ഞാൻ ഈ മൈദയിൽ ഇട്ടിട്ടാണ് ഇത് മുക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നെടുത്തിട്ട് മൈദയിൽ മുക്കിയിട്ട് പിന്നെ ഒന്ന് ബ്രെഡിൻ്റെ പൊടിയിലെടുത്തിട്ട് ഒന്ന് ഇത് പൊതിഞ്ഞെടുക്കാൻ. എന്നിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഇട്ട പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗോൾഡൻ കളറാകുമ്പോൾ ഒന്ന് മറിച്ചിട്ടെടുക്കട്ടെ. ഇത് കൂട്ടി കഴിക്കാണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ കുറച്ച് എന്താ പറയുക ടൊമാറ്റോ സോസും ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇടിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞ് മടുത്താൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്